നാട് കാണാനല്ലെങ്കിലും നല്ല ഭംഗിയാട്ടോ. മുളന്തുരുത്തിയാണ്. ഈ റെഡ് കളർ വെജിറ്റബിൾസ് എല്ലാം കാണാനും നല്ല ഭംഗിയല്ലേ. ഭംഗി കണ്ട് തന്നെ മേടിച്ചതാണ്. അരിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങണം. തിരുവോണത്തിൻ്റെ തലേദിവസമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹരിതാപവും പച്ചപ്പും കുറച്ച് കൂടുതലാണ്. തൊടുപുഴയിലുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ നല്ല രസമാണ് ഇവിടെ കാണാൻ. തുള്ളിച്ചാടി പോകുന്നത് ഒരു പാടത്തിൻ്റെ സൈഡിലേക്കാണ്. റീലെടുക്കാൻ വേണ്ടി പോണത് തന്നെയാണ് കേട്ടോ. നല്ല രസമല്ലേ ഇവിടെ കാണാനായിട്ട്. അട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. അട്ടേനെയൊക്കെ ഫേസ് ചെയ്യാൻ മീൻസ് ചേട്ടനതിൻ്റെ ഇടയ്ക്ക് മീശ പിരിക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട. അട്ടേനെയൊക്കെ കാണുമ്പോൾ അറപ്പുള്ളവർക്കാണെങ്കിൽ പറ്റത്തില്ല. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലത് ശീലമാണ്. മഴയത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് കുറച്ച് നേരം നിന്ന് നോക്കി, പക്ഷെ മഴ പെയ്തു. ഈ റീൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റീൽ എടുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് തുമ്പീനെ പേടിപ്പിക്കുന്നതാണ് കാണുന്നത്. അരുത് തുമ്പീനെ നമ്മൾ പിടിക്കാൻ പാടില്ല. പക്ഷെ ഞാനത് ട്രൈ ചെയ്തു. കാശിക്കുട്ടൻ എൻ്റെ ബാക്കിലുണ്ട്. മഴയത്തിറങ്ങാത്തതിൻ്റെ പിണക്കത്തിലാണ് അവൻ. അങ്ങനെ കണ്ടോ, അട്ടേനെ കണ്ടോ? ഇത് നല്ല നീളമുള്ള അട്ടയാണ്. ഈ അട്ടേനെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും. എവിടെ പോയിരുന്നാലും എൻ്റെ വക ഒരു പ്രസംഗം അത് നിർബന്ധമാണ്. അങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നതാണ് ഈ കാണുന്നത്. പാവ ഏട്ടൻ എനിക്ക് ചായ മേടിക്കാനായിട്ട് പോയി നിൽക്കുന്നത് കണ്ടോ. ഞാൻ നല്ല നനഞ്ഞായിരിക്കുന്നത്. ഒന്നും വേണ്ടാന്നും പറഞ്ഞ് പിണങ്ങിയിരുന്ന ആളെ എൻ്റെ കയ്യിലിരിക്കുന്ന കടി മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. മഴയൊക്കെ നനഞ്ഞിട്ട് ചൂട് ചായ കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പുറം നിന്ന് കാണിക്കുന്നത് കണ്ടോ അവൻ. ഇതിനെയൊക്കെയാണ് ഞാൻ കൊണ്ടടക്കുന്നത്. പിന്നെയും ചായ കുടിച്ചതിന് ശേഷം ബാക്ക് ടു അവൻ്റെ പിണക്കത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. മഴയത്തിറങ്ങാഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീട്ടിൽ വീണ്ടും കാണാം. ബൈ.